അല്ല, നിങ്ങൾക്കിത് എന്താ പറ്റിയത്? അത് തുറന്നു പറയാം. അല്ല, എല്ലാം പ്രതാപനോട് തുറന്നു പറ ശിവകാമി. എന്റെ മോള് അമേരിക്ക പഠിക്കുകയായിരുന്നു. പക്ഷെ അവള് ഒരു അമേരിക്കൻ സംസ്കാരവും ഇല്ലാത്ത ഒരു പാവം കുട്ടിയാ. സാർ, ഇപ്പൊ എന്റെ ഭർത്താവ് ജയിലില്ല. ഉണ്ടാക്കിയ പണം മുഴുവനും പോയി. ആ ഇലക്ഷനോടെ എന്റെ ഭർത്താവ് തകർന്നു. ഞങ്ങള് വഴിയാധാരം ആവുകയും ചെയ്തു. എന്റെ ഈ മോള് റോൾ ചെയ്ത് കൊടുത്ത കാശും പോയി സാർ. അമ്മ കരയാതമ്മേ. ഞാനൊരു വലിയ മനുഷ്യന്റെ മുമ്പിൽ നിന്നാ കരയുന്നത്. അതില് എനിക്ക് ഒരു നാണക്കേടുമില്ല. എന്റെ ഭർത്താവ് ജയിലിലുമായി, അങ്ങനെ പാപ്പരുമായി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഞങ്ങൾക്ക് വകയില്ല. അച്ഛനമ്മേ, കല്യാണം കഴിക്കാൻ വന്നവര് ദാരിദ്ര്യം പറഞ്ഞ് കരയുന്നു. ഇതൊക്കെ എന്താ ചെറിയമ്മേ? എന്തോ തട്ടിപ്പുണ്ട്. എന്റെ മോള് അമേരിക്കയില് ജയിലിലായനെ. പിന്നെ കൂട്ടുകാരെല്ലാരും കൂടിയാ മോളെ എന്റെ അടുത്തേക്ക് അയച്ചത്. അനന്തപിള്ള ചേട്ടൻ എല്ലാരെയും ശത്രുക്കളാക്കി കളഞ്ഞു. പുറത്തിറങ്ങി നടക്കാൻ പോലും ഞങ്ങൾക്ക് രക്ഷയില്ല. ദീപക്ക് മോളെ കല്യാണം കഴിച്ചോളാന്ന് ഒരു വാക്ക് തന്നിരുന്നു. ആ വാക്ക് വിശ്വസിച്ച ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സാറ് കൈവിടില്ലെന്ന് അനന്തേട്ടനും പറഞ്ഞു. ഉപേക്ഷിക്കല്ലേ സാർ. ഇവള് പണ്ട് എന്റെ പുറകെ നടന്നതാണെന്നും ഞാൻ കരണം നോക്കി ഒരെണ്ണം കൊടുത്തതാണെന്നും ഋതുവിനോട് പറയണോ? ശിവാമിയുടെ ജന്മസ്ഥലം എവിടെയാ? പാലക്കാടാണ് സാർ. എനിക്ക് നന്ദനയോട് മാത്രമായി ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഏയ്, അതൊന്നും വേണ്ട. അതെന്തിനാ നീ സംസാരിക്കുന്നേ? അവര് സംസാരിക്കട്ടെ ചേച്ചി, ഒരേ പ്രായക്കാരല്ലേ? ഋതിക പറയൂ, ഞാൻ കേൾക്കാം. നന്ദന ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ സംസാരിക്കുന്നത്. എന്റെ അമ്മായിയുടെ മകനാണ് ഈ ദീപക് എന്നുള്ള കാര്യം അറിയാലോ. അറിയാം. അവനെ കുറിച്ച് മോശം പറയുന്നതില് എനിക്ക് വിഷമമുണ്ട്. അതാ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവൻ എന്റെ റിലേറ്റീവ് ആയിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. നന്ദനയുടെ സങ്കല്പത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരന് കുറച്ച് നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിക്കും, ഇല്ലേ? അതെ. എന്നാ ഈ പറയുന്ന ഒരു സ്വഭാവ ഗുണങ്ങളും ഇല്ലാത്ത ഒരുത്തന് ഈ ദീപക്. സത്യം പറഞ്ഞ ഒരു ഫ്രോഡ്. അതാണവൻ.
ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? എന്താ രഹസ്യം? ഞാനും കൂടെ കേക്കട്ടെ. നിന്നെ കേൾപ്പിക്കാനല്ല ഞാൻ നന്ദനോട് ചില കാര്യങ്ങൾ പറയുന്നത്. നന്ദന അറിയാൻ വേണ്ടി തന്നെയാ. അല്ല, ഇവിടെ വെച്ചെന്താ? ഇതെന്റെ വീടാ. ഇവിടെ വെച്ച് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ ആരാ ചോദിക്കാൻ? നീ നിന്റെ കാര്യം നോക്കി പോടാ. എടി, ദീപകേട്ട വെറുതെ വഴക്കുണ്ടാക്കാതെ ഞങ്ങള് സംസാരിക്കട്ടെ ദീപകേട്ട. പുള്ളി പോയി. അവൻ പുള്ളിയല്ല, വള്ളിയ. താലിയെങ്ങാനും കെട്ടിപ്പോയാലേ മലഞ്ഞു മുറുകി കൊല്ലാൻ പോകുന്ന വള്ളി. അവനീ കാണുന്ന ആളൊന്നും അല്ല. ഞാനതെങ്ങനെ പറയുന്ന? അവന്റെ ചതയിൽ വീണ പെൺകുട്ടികളുടെ എണ്ണം കുറച്ചൊന്നും അല്ല. അത് മാത്രമല്ല, ഇവന്റെ കല്യാണം കഴിഞ്ഞതാ. അതില് ഒരു കുഞ്ഞുണ്ട്. അത് ഇവിടുത്തെ ഒരു ജോലിക്കാരിയായിരുന്നു. അവളെ ഇവൻ ചതിച്ചു. അല്പം മുൻപ് ആ കുട്ടി ഈ വീട് വിട്ട് പോയത്. കല്യാണം കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ നന്ദന കരയാതിരിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നത്. ഇത് പരദൂഷണം പറച്ചിലല്ല. നന്ദനെന്നല്ല, ഏത് പെണ്ണ് ഇവനെ കല്യാണം കഴിക്കാൻ വന്നാലും ഞാനിതൊക്കെ പറയും. അത് അവരെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ ഞാൻ പറയുന്നത്.